ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ക്യൂ നിൽക്കാതെ മെട്രോ ട്രെയിൻ ടിക്കറ്റ് വാട്സപ്പ് വഴി എടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഈ നമ്പറിലോട്ട് ഒരു വാട്സപ്പിൽ ഹായ് എന്ന് മെസ്സേജ് ചെയ്യുക. ശേഷം വരുന്ന മെസ്സേജിന് QR ടിക്കറ്റ് മോർ ഓപ്ഷൻ, രണ്ട് ഓപ്ഷൻ ആണുള്ളത്. അതിൽ QR ടിക്കറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അടുത്തതായി വരുന്നത് ബുക്ക് ടിക്കറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അടുത്തതായി സ്റ്റേഷൻ ലിസ്റ്റ്, നമുക്ക് കയറാനുള്ള സ്റ്റേഷൻ ഏതാണോ അത് നമ്മുടെ ഈ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഈ ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മോർ സ്റ്റേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സെൻഡ് കൊടുക്കാം. അപ്പോൾ പുതുതായി വീണ്ടും ഒരു സ്റ്റേഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ സ്റ്റേഷൻ സെലക്ട് ചെയ്യാം. ഞാനിവിടെ കലൂർ എന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ ഈ ഒരു സ്റ്റേഷൻ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ ഈ ലിസ്റ്റിൽ ഇല്ലാന്നുണ്ടെങ്കിൽ മോർ സ്റ്റേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സെൻഡ് കൊടുക്കാം. അപ്പോൾ വരുന്ന സ്റ്റേഷൻ ലിസ്റ്റിൽ നിന്നും നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ സെലക്ട് ചെയ്യാം. ഞാനിവിടെ JLN സ്റ്റേഡിയം സെലക്ട് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമ്പർ ഓഫ് പാസഞ്ചർ ആണ്, എത്ര ആളാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളത്. എത്ര പേരുണ്ടോ അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ 1 എന്നുള്ളത് സെലക്ട് ചെയ്യുന്നുണ്ട്. അടുത്തതായി സിംഗിൾ ടിക്കറ്റ് വേണോ അതോ റിട്ടേണും കൂടെ ഒപ്പം എടുക്കണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ സിംഗിൾ സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് റിട്ടേൺ വേണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അടുത്തതായി വരുന്നത് നമ്മുടെ സ്റ്റേഷൻ, കയറുന്ന സ്റ്റേഷനും ഇറങ്ങുന്ന സ്റ്റേഷനും ഒന്ന് കൺഫേം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് യെസ് കൊടുക്കാം. ശേഷം വരുന്നത് പേയ്മെന്റ് ലിങ്ക് ആണ്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയി ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആവും നമ്മുടെ മൊബൈലിൽ. അതുവഴി നമുക്ക് പേയ്മെന്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതിൽ നമ്മൾ പേ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ശേഷം UPI, കാർഡ് പേയ്മെന്റ്, അങ്ങനെ നെറ്റ് ബാങ്കിങ്, ഇത് മൂന്നും വെച്ചിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാം. ഞാൻ UPI ID ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ UPI ID അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ UPIയോ ഏതാണോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ UPI ID അടിച്ചു കൊടുത്തിട്ട് പേ എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. ഇപ്പം പേയ്മെന്റ് പ്രൊസീഡ്, എൻ്റെ UPI ID ആപ്പിലോട്ട് ഒരു പേയ്മെന്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗൂഗിൾ പേ ആണ് കൊടുത്തത്. ഞാൻ എൻ്റെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഗൂഗിൾ പേ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ച് ഞാൻ ആ ഒരു ബ്രൗസറിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ ഞാൻ സ്ക്രീനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പിലോട്ട് തന്നെ പോയിട്ടുണ്ട്. ഇതേപോലെ പേയ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമ്മുടെ ടിക്കറ്റ് വാട്സപ്പിലോട്ട് അവർ അയച്ചു തരുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് വാട്സപ്പിൽ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റേഷനിലുള്ള ടിക്കറ്റ് കാണിക്കുന്ന അവിടെ സ്കാൻ ചെയ്ത് നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്.